എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തും വരാനിരിക്കെ മാർച്ച് മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ വിതരണം തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തടസ്സപ്പെടാതിരിക്കുവാനുള്ള നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ കൂടാതെ തന്നെ ഇലക്ഷൻ നടപടികൾ തുടരുവാൻ സാധ്യതയുള്ള ഏപ്രിൽ മെയ് എന്നീ 2 മാസങ്ങളിലെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉത്തരവും സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. വിഷു പ്രമാണിച്ച് മാസാവസാനത്തിന് പകരം മാസത്തിന്റെ 2ാം ആഴ്ചയിലൊക്കെ ക്ഷേമ പെൻഷന്റെ വിതരണം നടത്തുവാനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ഇപ്പോൾ മുൻകൂട്ടി കണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ കൂടാതെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നിവയുടെ വിതരണത്തിനും സർക്കാർ മുൻകൂട്ടി പ്രത്യേക ഉത്തരവുകൾ ഇറക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണത്തിന് തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നത് തടസ്സമാകാതിരിക്കുവാൻ മാർച്ച് 2-ാം തീയതി തന്നെ ധനകാര്യ വകുപ്പ് 2026 മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അതത് മാസങ്ങളിൽ വിതരണം നടത്തുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിനാൽ ഇനി വരും ദിവസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും മാർച്ച് മുതലുള്ള 3 മാസങ്ങളിൽ തടസ്സമൊന്നുമില്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നതാണ്. ഓരോ മാസവും 2000 രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുന്നത്. കുടിശ്ശിക ഒന്നും ഇല്ലാത്തതിനാൽ ഈ വർഷം തനത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക മാത്രമാണ് വിതരണം നടത്തി പോന്നിരുന്നത്. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോഴും സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും കൈകളിലേക്കുള്ള വിതരണം ഇപ്പോഴും അവസാന ഘട്ടത്തിലാണ്. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം റംസാനൊക്കെ പ്രമാണിച്ച് മാർച്ച് 15-ന് ശേഷം ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. അല്ലെങ്കിൽ മാർച്ച് 25-ഓടുകൂടി ആയിരിക്കും ഈ ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഏപ്രിലിൽ വിഷു വരുന്നത് കൊണ്ട് മുൻ വർഷങ്ങളിലെ പോലെ ഏപ്രിൽ 10-ന് ശേഷവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുവാനുള്ള സാധ്യതയെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിലിലോ മെയ്യിലോ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ അതിന് തൊട്ടു മുൻപായിട്ട് ക്ഷേമ പെൻഷന്റെ വിതരണം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. മാസത്തിലെ ഏത് ദിവസവും പെൻഷൻ വിതരണം നടത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള ഉത്തരവാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ മുൻകൂട്ടി ഇറക്കിയിരിക്കുന്നത്. തടസ്സമില്ലാതെ അടുത്ത 3 മാസവും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നുള്ള ആശ്വാസമാണ് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ കൂടാതെ തന്നെ സർക്കാർ ഈ വർഷം മുതൽ ആരംഭിച്ചിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിതരണവും വരും മാസങ്ങളിൽ തടസ്സമില്ലാതെ തന്നെ നടക്കുന്നതാണ്. കഴിഞ്ഞ മാസം 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കായിട്ട് ആദ്യമായിട്ട് ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണത്തിന്റെ 2ാം ഘട്ട ഗഡുവിന്റെ വിതരണം മാർച്ച് 15-ന് ശേഷം ഏത് ദിവസവും സംസ്ഥാനത്ത് വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ യുവജനങ്ങൾക്കായിട്ട് ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ 2ാം ഗഡുവായിട്ടുള്ള 1000 രൂപയുടെ വിതരണം മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കും വർക്ക് ടു സ്കോളർഷിപ്പിനായിട്ടും ഇനിയും ഗുണഭോക്താക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളും നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.